ഓക്കെ, ഇന്ന് കമാൻഡിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പോലെ ഹാഷ് ഇൻക്ലൂഡ് std.io.h എഴുതുക, പിന്നെ void main എഴുതുക, പിന്നെ ഇന്ന് പറഞ്ഞ പോലെ int argc. ഈ argc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കൗണ്ടിന് വേണ്ടിയിട്ടാണ്, അത് പറയാം. പിന്നെ ക്യാരക്ടർ സ്റ്റാർ argv, ഇതൊരു സ്ട്രിങ് ആണ്, ക്യാരക്ടർ അറേയാണ്, ക്യാരക്ടർ പോയിന്റർ ആണ്. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കണം നോക്കാം. ഫസ്റ്റ് നമ്മൾ സാധാരണ ഒരു ലൈന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുക. ഇപ്പോൾ ഇത് വേണ്ട, തൽക്കാലം printf ഹായ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇത് പ്രിന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുക, സേവ് ചെയ്യട്ടെ, gcc പിന്നെ കമാൻഡ് ലൈൻ ഡോട്ട് സി. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കമാൻഡ് ലൈൻ ഡോട്ട് സി. നമ്മൾ ഇത് കമ്പയർ ചെയ്തു. ഇനി റൺ ചെയ്യേണ്ടത് a.out. അപ്പോൾ നമുക്ക് ഇവിടെ ഹായ് കിട്ടി. സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായി മനസ്സിലാവും. ഹായ് കിട്ടി. ഇപ്പം നമ്മൾ ഇതിലൊരു ലൈന് കൊടുത്തു a.out എന്നല്ലേ. ഇതേ തന്നെ നമുക്ക് ഞാനിവിടെ സം എടുക്കുകയാണ്, 3 നമ്പറിൻ്റെ സം എടുക്കുകയാണ്. അല്ല, എനിക്ക് ഇതിൽ തന്നെ പ്രിന്റ് ചെയ്യണം. ഇൻപുട്ട് എടുത്തിട്ട് ഞാൻ പ്രിന്റും ചെയ്യണം. ഇപ്പോൾ 1 2 3 ആണ് എനിക്ക് ഇൻപുട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കാൻഎഫ് ഇടണം. സ്കാൻഎഫ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ പ്രിന്റ് ഓഫ് എഴുതണം. അപ്പോൾ അതൊക്കെ അല്ലേ, നമുക്ക് അതിനെക്കാട്ടിലും പെട്ടെന്ന് for int I equal to 0, I less than argc I plus plus printf %s space and slash n comma argv of I. ഇതാണ് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്. ഇപ്പം ഞാൻ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, റൺ ചെയ്തു. ഇനി ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് നോക്കോളൂ, ഞാനിപ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് a.out എന്ന് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെർമിനലിൽ എന്താണോ നമ്മൾ കൊടുക്കണത് അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യണത്, ഈ argvയിൽ സ്റ്റോർ ആവണത്. ഇപ്പോൾ a.out സ്പേസ് 1 സ്പേസ് 2 സ്പേസ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കൊടുത്ത argc, ഈ സാധനം argc എന്ന് പറയണത് എത്ര ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇതിലുള്ളത് 1 2 3 4. അപ്പോൾ ശരിക്കും argc എന്ന് പറഞ്ഞാൽ 4 കൗണ്ട് എന്ന് കൊടുക്കും. അത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യണതാണ്, നമുക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്ര ഇൻപുട്ട് എടുത്തിട്ട് 1 2 3 4 ഇൻപുട്ട് എന്ന് പറയും. പിന്നെ argv, ഈ argvയിലാണ് ഇതൊക്കെ സ്റ്റോർ ആവുന്നത്. ആദ്യത്തെ ഇൻപുട്ട് ഇത് അതിൽ സ്റ്റോർ ആവും, പിന്നെ 1 ഇതിൽ സ്റ്റോർ ആവും, 2 ഇതിൽ സ്റ്റോർ ആവും, 3 ഇതിൽ സ്റ്റോർ ആവും. ഇതൊക്കെ നമ്മൾ സാധാരണ സ്ട്രിംഗ് ഇൻഡെക്സിൽ പഠിച്ച പോലെ തന്നെയാണ് സ്റ്റോർ ആവുക. argv ഓഫ് 0 ഇതായിരിക്കും, 1 ഇതായിരിക്കും, 2 ഇതായിരിക്കും, ഇത് 3 ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഇൻപുട്ട് നമ്മൾ സാധാരണ ഇൻപുട്ട് എടുക്കുക പറഞ്ഞാൽ ആദ്യം സ്കാൻഎഫ് ചെയ്യണം, അത് കഴിഞ്ഞ് പ്രിന്റ് ഓഫ് ചെയ്യണം.
പക്ഷെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഞാനിവിടെ ഇൻപുട്ട് കൊടുത്തു, എന്നിട്ട് ഞാൻ പ്രിന്റ് എഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇവിടെ എ ഈ ./a.out അതെനിക്ക് ആവശ്യമില്ല. അപ്പം ഞാനിവിടെ 0 എന്ന് മാറ്റിയിട്ട് 1 എന്നാക്കണം. 1 എന്നാക്കിയിട്ട് ഞാൻ അതേ കമാൻഡിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, 1 2 3. അപ്പോൾ 0 പോയി. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്യാരക്ടറാണ്, ക്യാരക്ടർ സ്ട്രിങ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോർ ആവണത് ഒരു 1 നമ്മൾ ഇന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ആവണത് ഇങ്ങനെയായിരിക്കും ഇത് സ്റ്റോർ ആവുക. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ അടിക്കുകയാണ്, ഈ 1 എന്ന് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് സ്റ്റോർ ആവണത് ഇങ്ങനെയായിരിക്കും അത് സ്റ്റോർ ആവുക, ഒരു സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ആവുക. ഇപ്പൊ നോക്കോളൂ, ഞാനവിടെ 1 സ്പേസ് 2 സ്പേസ് 3, ഇപ്പോൾ 1 2 3 4 1 2 3 ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇത് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലേ, ഇത് നോക്കോളൂ കേട്ടോ. n equal to argv of I sum plus equal to n printf %d /n sum. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യട്ടെ int n sum equal to 0. അപ്പോൾ ഇതാണല്ലോ ഞാനിവിടെ ചെയ്തത്. ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പ്രിന്റ് ചെയ്യും. ആ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ എന്നിലേക്ക് സ്റ്റോർ ചെയ്യും, എന്നിട്ട് സമ്മിലേക്ക് ഞാൻ അപ്പൻഡ് ചെയ്യും, അപ്പം ആഡ് ചെയ്യും. ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, വാർണിംഗ് അസൈൻമെന്റ് മേക്സ് ഇന്റിജർ ഫ്രം പോയിന്റർ വിത്തൗട്ട് എ കേസ്. ഇതെന്താ കാരണം വെച്ചാൽ നമ്മളിവിടെ കൊടുക്കണത് സ്ട്രിങ് ആണ്. ഇവിടെ നമ്മൾ സ്ട്രിങ് ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അപ്പം നമുക്ക് ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഇൻറ്റിജറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു സിയിലൊരു ഇൻബിൽഡ് ഫങ്ഷൻ ഉണ്ട്, #include stdlib.h, സ്റ്റാൻഡേർഡ് ലൈബ്രറി ആണ്. ഇതിൽ ഞാനിവിടെ കൊടുക്കണു a2i ഓഫ് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്തു. കമാൻഡ് ലൈൻ, ഇത് എറർ ഒന്നുമില്ല. എന്താ അത് കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ ഇത് സ്ട്രിങ് ആണ്, ഇതിൽ പോകണ്ട, ഇവിടെ എറർ ഒന്നുമില്ല. ഇവിടെ എറർ ഉണ്ടായിരുന്നു, ഇവിടെ എറർ ഇല്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ നമ്മളൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിനെ ഞാൻ ഈ a2i പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ അതിനെ ഇൻറ്റിജർ ആക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ ഇതിന് വെച്ചിട്ട് ഇൻറ്റിജർ ആക്കി മാറ്റും. ഇനി ഞാനിവിടെ ആഡ് ഇടണം നോക്കോളൂ. ഇപ്പോൾ ഇതേ ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു 1 2 3. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു പ്രിന്റ് സം. അപ്പോൾ ഇതിന് മൂന്നെണ്ണത്തിന് സം ആണ് 6. വേണമെങ്കിൽ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സം ഈസ് 2. ഇപ്പോൾ 1 2 3 സം 6 ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെർമിനലിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ആ ഇൻപുട്ട് സ്റ്റോർ ചെയ്യണത് argv അറേയിലായിരിക്കും, സ്ട്രിങ് അറേയിലായിരിക്കും. അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ നമുക്ക് argcയിൽ കൊടുക്കാം. ഇനി അതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എപ്പോഴും ഈ argvയിൽ ഫസ്റ്റ് എലിമെന്റ് വന്നിട്ട് ഈ ഫയലിന്റെ പാത്തായിരിക്കും. പാത്തോ അതോ റൺ ചെയ്യേണ്ട സാധനം. ഇപ്പം നമ്മൾ വിൻഡോസിൽ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ പാത്ത് ഇട്ടാ ചെയ്യേണ്ടത്. ഇതിൽ ഉബുണ്ടുവിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു സാധനമായിരിക്കും 0th എലമെന്റ്, ഇത് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, ഇത് തേർഡ് എലമെന്റ്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത എലമെന്റ് മാത്രം കിട്ടും. ഇപ്പം ഞാൻ 0 അടിച്ചു വെച്ചോളൂ, ഡിഫറൻസ് കാണിക്കാം.
എറർ ഒന്നുമില്ല, കാരണം 0 കൗണ്ട് ആവില്ല അവര്. നോക്കോ, ./a.out 1 2 3 ./a.out 1 2 3 സം 6 ഇവര് പ്രിന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, കാരണം ഇതിന് 0 ആയിട്ട് എടുക്കണം അവര്. ശരിക്കും ഇതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്. ഇതിനെ ഒന്നും കൂടി പറയാം, ഇത് സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. കമാൻഡ് ലൈനിൽ ഇത് സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇത് കൗണ്ട് ചെയ്യും. ഇത് കൺവേർട്ട് ചെയ്യാൻ A to I ഫംഗ്ഷൻ വേണം. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ വേണം. പിന്നെ വേറൊരു കാര്യം, ഈ ARGC ഓപ്ഷനിലാണ്. എനിക്കിവിടെ വേണമെങ്കിൽ കൗണ്ട് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഇവിടെ ഞാൻ കൗണ്ട് എന്ന് ആക്കാം. ഇവിടെ സേവ് ചെയ്തിട്ട് കമാൻഡ് കണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ARGCയും ഈ ARGCയും ARGVയും ഇത് ആർഗ്യുമെന്റ്സ് ആണ്. ഇതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്. ഇവിടെ ആർഗ്യുമെന്റ്സ് കൊടുക്കണം. അപ്പൊ ശരിക്കും ഈ ARGCയും ARGVയും ഓപ്ഷനാണ്, പക്ഷെ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതാണ് ഉപയോഗിക്കുക. ബാൽ സാർ എന്ന് പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത് ഇതാണ്. അത്രേ ഉള്ളൂ.